തഹജ്ജുദ് മുടക്കാൻ പാടില്ല, വലിയ കുറ്റമാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ? തഹജ്ജുദ് എന്നത് സുന്നത്ത് നമസ്കാരങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നമസ്കാരമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറെ സമ്മാനങ്ങളാണ് തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി പരലോകത്ത് തരാൻ ഒരുക്കി വച്ചിരിക്കുന്നത്. മാത്രമല്ല, സുബഹി നമസ്കാരത്തിന് മുമ്പ് പാതിരാത്രിയിലെ നിൻ്റെ ഉറക്കത്തിന് ശേഷം ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഒരാൾ തുടങ്ങിയാൽ പിന്നെ മരിക്കുന്നത് വരെ നിർത്താൻ പാടില്ല എന്നാണ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഉപേക്ഷിക്കുന്നത് വലിയ ഒരു തെറ്റായിട്ട് കണ്ടതുകൊണ്ടല്ല, അത് ആ നിസ്കാരത്തിനോടുള്ള ഒരു അനാദരവാണ്. അപ്പോൾ അതുകൊണ്ട് ആ നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. തഹജ്ജുദ് നമസ്കാരം എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകലുണ്ട്. ഇൻഷാ അള്ളാഹു അത് നമുക്ക് പുറത്തു തരും. പരമാവധി ആ നമസ്കാരം തുടങ്ങിയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അതിനെ കൊണ്ടു നടക്കുക. അങ്ങനെ ആയതുകൊണ്ട് ഞാനിനി തഹജ്ജുദ് തുടങ്ങുന്നില്ല എന്നും തീരുമാനിക്കരുത്. തഹജ്ജുദ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു പ്രത്യേകമായ ആനന്ദവും കുളിരും അള്ളാഹു കൊടുക്കുന്നതാണ്. അത് ആ സമയത്ത് നമസ്കരിച്ച് തന്നെ ആ മാധുര്യം നമ്മൾ നുകരേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും എത്ര വൈകി കിടന്നാലും എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ആ നമസ്കാരം കൈവിടാതെ കൊണ്ടു നടക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.